വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനോ അല്ലെങ്കിൽ സ്വന്തമായോ വീട് നോക്കുന്നവർക്കായുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനുമായിട്ടാണ്. 4 സെന്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ലൊരു റെന്റൽ ഇൻകം കിട്ടുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 1 കിലോമീറ്ററും, വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് 2.9 കിലോമീറ്ററും, കൊച്ചിൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് 2.3 കിലോമീറ്ററും, മാർത്തോമ സ്കൂളിലേക്ക് 3.7 കിലോമീറ്ററും, ഇൻഫോ പാർക്കിലേക്ക് 4.7 കിലോമീറ്ററും, കാക്കനാടേക്ക് 6 കിലോമീറ്ററും, എടപ്പള്ളിയിലേക്ക് 9.7 കിലോമീറ്ററും, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 6.9 കിലോമീറ്ററും, റെയിൽവേ സ്റ്റേഷനിലേക്ക് 13 കിലോമീറ്ററും, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 21 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പിനേഷൻ എലിവേഷൻ നൽകി ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ, ക്ലാഡിംഗ് ടൈലും സ്പോട്ട് ലൈറ്റും എല്ലാം കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 4 മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. വീടിന്റെ കോമ്പൗണ്ട് വാൾ വളരെ സിമ്പിളായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സ് വരാനായിട്ടുണ്ട്. ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പ കല്ലുകൾ പാകി വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനായിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് വലിയൊരു SUV കാർ പാർക്കിംഗ് സ്പേസ് ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. ഇവിടെയായിട്ടൊരു SUV കാറും അതുപോലെ തന്നെ 2 വീലറും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. വീടിന്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം തന്നെ കടപ്പ കല്ലുകളാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായി കിണറും നൽകിയിട്ടുണ്ട്. വീടിന്റെ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെ എല്ലാം തന്നെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഗാർഡൻ ഒക്കെ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. വീടിന്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതാണ് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷൻ ആയിട്ട് വരുന്നത്. ഈ സൈഡിലായിട്ട് ടാപ്പും നൽകിയിട്ടുണ്ട്. വീടിന്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെയും വിട്ട് വരുന്നത്. മെറ്റൽ ചിപ്സ് ആണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ ലഭിക്കുന്നത്. കോർണറിലായിട്ടുള്ള പില്ലറിന് ക്ലാഡിംഗ് ടൈല് നൽകിയിട്ടുണ്ട്. 4-5 ചെയറോളം ഇടാനുള്ള സ്പേസ് നമ്മുടെ ഈ സിറ്റ് ഔട്ടിന് ലഭിക്കുന്നുണ്ട്. മുകളിൽ സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ തേക്കിൻ തടിയിൽ 2 പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനാണ് മെയിൻ ഡോറിന് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ സ്പേഷ്യസ് ആയ ലിവിങ്ങിലേക്കാണ്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് ഈസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും സൗത്തിലേക്ക് ഒരു നോർമൽ 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിന് കോഫി ടേബിളിനുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുള്ള ഈ ഒരു ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഡക്ക സ്പേസും സ്റ്റോറേജും ലഭിക്കുന്നുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്ന് ഈസ്റ്റിലേക്ക് താഴെയും മുകളിലുമായിട്ട് വലുപ്പമുള്ള 3 ഡോർ വിൻഡോകൾ നൽകിയിട്ടുണ്ട്. നോർത്തിലേക്ക് പർഗോളകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്തിലേക്ക് ഒരു നോർമൽ 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജാഗോന്റെ ഫിറ്റിംഗ്സ് ആണ്. താഴെ സ്റ്റോറേജ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ വിഗാർഡിന്റെ സ്വിച്ചസും KA എന്ന് പറയുന്ന ബ്രാൻഡിന്റെ വയസ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലൊഴികെ ബാക്കി എല്ലായിടത്തും ഗ്ലോസി പാറ്റേണുള്ള ടൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ലഭിക്കുന്നുണ്ട്. കൗണ്ടറിന് മുകളിലായിട്ട് ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറായിട്ട് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. നോർത്തിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. 2 ലെയറായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനോട് ചേർന്ന് സ്റ്റോറേജ് വരുന്നുണ്ട്. നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. കൗണ്ടർ സ്പേസിനോട് ചേർന്ന് അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും വരുന്നുണ്ട്. ഒരു ടാപ്പിനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് നൽകിയിട്ടുള്ള ഈ ഒരു കിച്ചണിന് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോർ സ്കിൻ ഡോറിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12.5 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോകളാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും നൽകിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന്റെ ഒരു കോർണറിലേക്ക് മാറി ഡ്രസ്സിംഗ് യൂണിറ്റും വാൾഡ്രോബും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിലെല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റ്, എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്.
നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെയർ ഫ്ലോട്ടിംഗ് സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. ത്രെഡ് എല്ലാം തന്നെ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും എം യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ മുകളിലായിട്ട് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് അപ്പർ ലിവിങ്ങിലേക്കാണ്. അപ്പർ ലിവിങ്ങിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു പാസേജ് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ട് പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു സ്റ്റഡി ടേബിളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസും നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു എൻഡിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് നമ്മുടെ അപ്പർ ലിവിംഗ് വരുന്നത്. അപ്പർ ലിവിംഗിൽ നിന്ന് നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറ് സ്കിൻ ഡോറിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും 12.5 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് വരുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും നൽകിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ കോർണറിലായിട്ട് 3 ഡോറിൻ്റെ വലുപ്പമുള്ളൊരു വാൾഡ്രോബും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിലെല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റ് എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറിലാണ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയോടൊപ്പം തന്നെ ഒരു ഡോർ വരുന്നുണ്ട്. നമുക്ക് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ് ഇവിടെയായിട്ട് കിട്ടിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു വാൾഡ്രോബും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റ് എക്സ്പോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഷീറ്റ് കൊണ്ട് റൂഫ് ചെയ്ത് കവർ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിൻ്റെ ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണി വരുന്നത്. ഹാൻഡ് റെയിൽ ലാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു മനോഹരമായ വീടിന് ചോദിക്കുന്നത് 88 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ, വില്ലകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.